ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് റുട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊക്കെ ഇതേ ബെറ്ററായിട്ട് വരുന്നു. മമ്മിക്ക് ഒട്ടും വയ്യ കേട്ടോ. മമ്മി ഭയങ്കര തുമ്മ, ഒരു വർത്താനം പറഞ്ഞാൽ 10 വട്ടം തുമ്മും. അങ്ങനെയായിട്ട് ഇരിക്കുവാണ്. പാച്ചുവിന് ചെറിയൊരു ചുമയുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഹോമിയോ ഡോക്ടറെ അടുത്ത് കാണിച്ചു, മെഡിസിനൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബെറ്ററായിട്ട് വരും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പം ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ Q&A പറഞ്ഞിട്ട്. അപ്പോൾ അത് മമ്മിക്ക് ഒന്ന് ഓക്കെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇന്ന് ആക്ച്വലി അത് എടുത്തിടാന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ മമ്മിക്ക് തീരെ വയ്യ, തലവേദനയും. പിന്നെ തലവേദന ആണെങ്കിലും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഒരു വാക്ക് പറഞ്ഞാൽ രണ്ടാമത്തേന് 10 തുമ്മലാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തൽക്കാലം ഒരു ഈവനിങ് വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നാളെ ഞങ്ങൾക്ക് കുഞ്ഞൊരു യാത്രയുണ്ട്. കുഞ്ഞൊരു യാത്ര എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമല്ല, കുട്ടികളുടെ സന്തോഷത്തിനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഒരു കൊച്ചു യാത്ര. അപ്പോൾ അത് നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ ഞാൻ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാം. ഞാനോ ഡിവൈനോ മമ്മിയോ ആരെങ്കിലുമൊക്കെ എടുത്ത് ഷെയർ ചെയ്യുമായിരിക്കും. ഞങ്ങൾ ആരെടുക്കണം എന്തെടുക്കണം എന്നൊന്നും അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ഡേ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അവർക്ക് ട്രെയിനിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ പറയുന്നവരുടെ കുഞ്ഞു ആഗ്രഹങ്ങളായിരിക്കും, നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റുന്ന കൊച്ചു ആഗ്രഹങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അത് പറ്റാവുന്നിടത്തോളം ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവർക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എപ്പോഴും ഡാഡിയും മമ്മിയും ഞങ്ങളെ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളൊരു ആഗ്രഹം മനസ്സിൽ തോന്നുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്കെല്ലാം ചെയ്തു തരുമായിരുന്നു. കൊച്ചു ആഗ്രഹങ്ങളായിരിക്കും, ഭയങ്കര എന്താ പറയുക ഇൻ്റർനാഷണൽ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടോ ലക്ഷറി ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അവർ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഞങ്ങൾ രണ്ടുപേരും, ഇപ്പോൾ ഡോൺ ചേട്ടനാണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങൾ വളർന്ന ആ ഒരു രീതിയിൽ ഞങ്ങളുടെ മക്കളും വളരണം എന്ന് ഞങ്ങൾക്കും ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളെക്കാളും ആഗ്രഹമാണ് ഞങ്ങളുടെ ഡാഡിക്കും മമ്മിക്കും. അവരിത് കാണിക്കണം, അത് കാണിക്കണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ കൊണ്ടുപോകണം, ഞങ്ങൾ ഇങ്ങനെ ചെയ്തതല്ലേ, അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മേലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ ഡാഡിയും മമ്മിയും പറയും. അപ്പോൾ അങ്ങനെ ഒരു യാത്രയാണ് നാളെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ പറയാം. ഇന്ന് എന്തായാലും ഇപ്പോൾ കിച്ചണിൽ പോവാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കുക്ക് ചെയ്തില്ല. കാരണം ഡാഡിയും മമ്മിയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡോൺചാനും ഡിവൈനും മറ്റേ ധ്യാനത്തിൻ്റെ കാര്യത്തിനായിട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രിയിലത്തെ ചോറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയിലേക്ക് ഞാൻ വിചാരിച്ചിട്ടുള്ളത് മീൻ ഇരിക്കുന്നുണ്ട്, എന്തെങ്കിലും ഉപ്പേരി എന്തെങ്കിലും വെക്കുക, ഒരു ചാറും വെച്ച പരിപാടി തീർക്കാം. യൂഷ്വലി ചപ്പാത്തിയാണ് പതിവ്, പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് വെച്ച ചോറ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു ഡിന്നർ എന്തെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി എന്തൊക്കെ നടക്കും എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലാത്തൊരു വീഡിയോ ആണ്. ജസ്റ്റ് ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞല്ലോ ഞാൻ Q&A വിചാരിച്ചിരുന്നത്. അപ്പോൾ മമ്മി ഒട്ടും വയ്യാത്ത കാരണം എന്നാൽ ശരി, കാരണം ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല, ഇനിയിപ്പോൾ നാളെയും വീഡിയോ ഇടാണ്ടിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് എടുത്തിടുന്നതാണ്. അങ്ങനെ അപ്പോൾ നമുക്കിനി കിച്ചണിലേക്ക് പോവാം. ഡാഡിയും മമ്മിയും അവിടെ ബിസിനസ്സിൽ കുറച്ച് എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. പാച്ചു ഇവിടെ നടക്കുന്നുണ്ട്. തോമുണ്ടി വൈനൊന്നും മുകളിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ വേഗം നമുക്ക് ഡിന്നറിൻ്റെ പരിപാടികൾ ഫിനിഷ് ചെയ്യാം. ചാള ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചാള നമുക്ക് വറക്കാനായിട്ട് പുരട്ടി വെക്കണം. പിന്നെ ഇതൊക്കെ ചായ വെച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരിക്കുള്ളത് നോക്കിയപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഇരിക്കുന്നുണ്ട്. കോളിഫ്ലവറും മുട്ടയും കൊണ്ടുള്ളൊരു ഉപ്പേരി വയ്ക്കാറുണ്ട്. അതിവിടെ എല്ലാവർക്കും, എൻ്റെ അമ്മയെ തുറക്കാനും വയ്യ, അപ്പോൾ അതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു രസമോ അങ്ങനെ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചു. ഇതിതാ ചോറാണ്, ഉച്ചയ്ക്ക് വെച്ച ചോറാട്ടോ, അനങ്ങിയിട്ടില്ല. ഞങ്ങൾ 3 കഴിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ബാക്കി. അപ്പോൾ ചോറും ഓൾറെഡി ഉണ്ട്. അപ്പോൾ കുപ്പിയൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചായ ഞാൻ വെച്ചു ഇന്ന്, നല്ല സൂപ്പർ ചായ എന്നാണ് പറഞ്ഞത്. അങ്ങനെ അപ്പോൾ ഞാനിതൊക്കെ ഇനി വേഗം ഒന്ന് റെഡിയാക്കാൻ നോക്കട്ടെ കേട്ടോ. ഹായ് പറ, പറയൂ ഗായ്സ്.
ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ കോളിഫ്ലവർ ഉപ്പേരി കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുകയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര, എനിക്കും ചേട്ടനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉപ്പേരിയാണ്. മുട്ടയൊക്കെ ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്ത് എടുത്ത് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ കൊണ്ടുവരുന്ന ഒരു ഫേവററ്റ് ഐറ്റം ആയിരുന്നു കേട്ടോ ഇത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് എൻ്റെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി കഴിക്കാറുണ്ട്. അത്രയും ഇഷ്ടമായിരുന്നു. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, ഡോൺ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഇത്തവണ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് കോളിഫ്ലവർ. ചാക്കോച്ചൻ വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവറിലേക്ക് മാറിയത് കേട്ടോ. ഞാൻ ലൈവ് ആദ്യം ഓഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ നമ്മുടെ ചാക്കോച്ചൻ അവിടെ പാട്ടും മേളവുമായിട്ട് ഫുൾ കോപ്പിറൈറ്റ് അടിച്ച് തരാനുള്ള എല്ലാ പാട്ടുകളും അവൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഡിവൈൻ വേറെ എന്തോ ഒതുക്കാൻ എന്തോ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനും ചാക്കോച്ചനും വർത്താനമൊക്കെ പറഞ്ഞ് അവനിടയ്ക്ക് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഞങ്ങളിത് കുക്കിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്നാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ ഞാനിതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള മുട്ട ഒക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ്, കോളിഫ്ലവർ ഉപ്പേരിയാണ്. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് പോലും വേണ്ടത് റെഡിയാക്കി എടുക്കാൻ. അത് വേഗം റെഡിയായി. ഇനി ഞാൻ മത്തി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഐസൊക്കെ പോയി. അപ്പോൾ അത് വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പൊതുവേ നമ്മളിത് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാറ്. കഴിഞ്ഞ സൺഡേ എന്തോ തിരക്കുള്ള കാരണം അത് പുരട്ടി വെക്കാണ്ട് അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് വരഞ്ഞ് മുളകും നമ്മുടെ മസാലയൊക്കെ പുരട്ടാൻ വേണ്ടിയിട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ ഓരോന്ന് എനിക്ക് മെയിൻ കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര വലിയ താല്പര്യമില്ലാത്ത പരിപാടിയാണ്, പ്രത്യേകിച്ച് ചാള. അതിന് മണം ഭയങ്കര ഇതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യണത്. ചെമ്മീനൊക്കെ ആണെങ്കിൽ എനിക്ക് അത്ര വലിയ പ്രശ്നമില്ല. ചാള അയലൊക്കെ എനിക്ക് കൈകൊണ്ട് തൊടാൻ ഇച്ചിരി മടിയാണ്. ചെയ്യില്ല എന്നല്ല, പക്ഷേ കുറച്ച് മടിയാണ് എനിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. നല്ല കുരുമുളകൊക്കെ ഇട്ട്, എനിക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് വറുത്തെടുക്കാം എന്ന് വിചാരിച്ച് മത്തി വറുത്തുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ബാച്ച് 2 ബാച്ചിനുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ ഇവിടെ ഉണ്ട്. ചേട്ടന്മാർ 2 പേരും അവിടെ ഹാളിൽ ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ചാക്കോച്ചനെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് പാച്ചു. അപ്പോൾ ഇനി ചാറുകറിയായിട്ട് എന്ത് വെക്കാമെന്ന് ആലോചിച്ചപ്പോൾ തക്കാളി ഒന്നും ഇരിക്കുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഒരു രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പച്ചമുളക് രസമാണ് ഉണ്ടാക്കി. ഇത് വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ പരാതിയാണ് ഞാൻ കുറേ ഉണ്ടാക്കുന്നു എന്നുള്ളത്. കാര്യം ഞാൻ കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ. ഇവിടെ എല്ലാവരും വളരെ കുറച്ച് കഴിക്കുന്നവരാണ്. അപ്പോൾ ഒരു ചുഞ്ഞൊരു വളരെ കുറച്ച് പച്ചമുളക് രസവും റെഡിയാക്കി. അപ്പോൾ ഇന്നത്തെ മെനു എന്താണെന്ന് കണ്ടല്ലോ. രസം, നമ്മുടെ കോളിഫ്ലവർ ഉപ്പേരി, ചാള വറുത്തത്. പിന്നെ ചാള വറുത്തത് എന്ത് മീൻ വറുത്തതാണെങ്കിലും കഴിക്കുമ്പോൾ കുറച്ച് സബോള, പച്ച സബോളയും കൂടി ഉള്ളത് ഇവിടെ ഡാഡിക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബീഫ് ഫ്രൈക്ക് ആണെങ്കിലും ഈ പച്ച സബോള ഇങ്ങനെ ചോദിച്ച് വാങ്ങിച്ചപ്പോൾ ഹോട്ടൽസിൽ പോയാൽ പോലും പച്ച സബോള ചോദിച്ച് വാങ്ങിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. ചോറും അവിടെ റെഡിയാണ്. അപ്പോൾ അങ്ങനെ ഡിന്നറൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 7:30 ആകുമ്പോഴത്തേക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ 10:30 ആയിട്ടും കഴിച്ചില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ തൽക്കാലം നാളേക്ക് കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ സെറ്റ് ചെയ്തു. മാക്സിമം ലഗേജ് കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പം പിള്ളേരെയും ലഗേജൊക്കെ ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് മാക്സിമം ഒന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ. എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ്സും അവൻ്റെ ഒരു ഫീഡിങ് ബോട്ടിലും മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതെടുത്ത് വെച്ചു. പാച്ചുവിനും ചാക്കോച്ചനും ചാക്കോച്ചന് കൊടുത്ത് പ്രലോഭിപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ പാച്ചുവിന് ചോറ് കൊടുക്കുന്നത്. പാച്ചുവിന് ഇപ്പോഴും ഭയങ്കര മടിയാണ്. അപ്പോൾ ചാക്കോച്ചൻ 2 ഉരുള കഴിക്കുമ്പോൾ പാച്ചു 1 ഉരുളയെങ്കിലും കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 പേർക്കും കൂടി ചോറ് കൊടുക്കുകയാണ്. തോമുചേട്ടന് പിന്നെ ചോറൊന്നും ഇഷ്ടമില്ല. തോമിൻ്റേതായ കുറേ ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ അത് അവൻ കഴിച്ചു. എന്താ കുളിച്ച് വന്നു. എൻ്റെ അമ്മേ, ഭക്ഷണം കഴിച്ചിട്ടില്ല ഇതുവരെ. വിശന്നിട്ട് കുടല് കരിഞ്ഞു തുടങ്ങിയ സമയം 10:30 ആവാറായി. മമ്മിക്കും ഡാഡിക്കും നല്ല തിരക്കാണ് ബിസിനസ്സിൻ്റെ. അപ്പോൾ അവരുടെ കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. തോമും ചാക്കോച്ചനൊക്കെ ഓൾറെഡി ഉറങ്ങാനായിട്ട് പോയി. പാച്ചുവിനെ ഞാൻ ഉറക്കിയിട്ടില്ല. കാരണം ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ കിടക്കണം അവൻ്റെ കൂടെ. അപ്പം ഞാൻ വേഗം ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാനുള്ള പരിപാടിയാണ്. നാളെ നമുക്കൊരു 11:20 ട്രെയിൻ. അപ്പോൾ ഇവിടുന്ന് 10 മണിക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഡിലേ ആവുമെന്നും പറയുന്നുണ്ട്, അറിയില്ല. അപ്പോൾ നാളത്തെ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. ഞങ്ങളുടെ പിള്ളേരുടെ എക്സൈറ്റ്മെൻറ്റും കാര്യമൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയവർക്ക് എക്സൈറ്റ്മെൻറ്റാണ്. കാരണം ഞാനും എൻ്റെ ഓർമ്മയിൽ എപ്പോഴാണ് ട്രെയിനിൽ പോയതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അത്രയും ചെറുപ്രായത്തിൽ പോയിട്ടുള്ളതാണ്. അല്ലാണ്ട് ഈ അടുത്ത കാലത്തൊന്നും ട്രെയിനിൽ പോയതായിട്ട് എനിക്ക് ഓർമ്മയേ ഇല്ല. പോയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. വളരെ വിരലിലുണ്ടാവുന്ന വട്ടേ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയത്തും നമ്മൾ നമ്മുടെ കൺവീനിയൻസിന് കാറിലാണ് പോവാറ്. അപ്പോൾ കുട്ടികളെ പോലെ തന്നെ ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണ് നാളത്തെ ഒരു ദിവസത്തിനായിട്ട്.
അപ്പം അങ്ങനെ. അപ്പം ഞങ്ങളിനി വേഗം ഭക്ഷണം കഴിക്കാൻ പോട്ടെ കേട്ടോ. അങ്ങനെ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ച് ഇതേ റൂമിലേക്ക് വന്നു. ഇനി ഞാൻ നേരത്തെ സ്കിൻ കെയർ ഒന്നും ചെയ്യാണ്ടാ പോയത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എനിക്കൊന്ന് 1 വീക്കായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ വൈറ്റമിൻ സി സീറവും നമ്മുടെ സ്നെയിൽ മ്യൂച്ചിനും അത് രണ്ടും ഞാൻ അപ്ലൈ ചെയ്തിട്ടാണ് രാത്രിയിലത്തെ സ്കിൻ കെയർ റുട്ടീൻ. ഇപ്പോൾ ഇത് രണ്ടുമാണ് കേട്ടോ. കൊള്ളാൻ തോന്നുന്നു. കുറച്ച് ദിവസം 1 മന്ത് നമ്മൾ കറക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ടായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം റിവ്യൂ ഞാൻ അപ്പോൾ പറയാം കേട്ടോ. ഇത് തേച്ചു. പാച്ചു നല്ല ഉറക്കം വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതും കൂടി കഴിഞ്ഞിട്ട് കൊണ്ടുവരാമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, വോയിസ് ഓവറും കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് പാച്ചുനെ മമ്മിയുടെയും ഡാഡിയുടെയും കൂടി ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതാ നമ്മുടെ സ്നെയിൽ മ്യൂച്ചിൻ. ഇതാണ് സംഗതി. ഡിവൈനും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും കൊള്ളാം. നമുക്കൊരു നല്ലൊരു ഹൈഡ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. സ്കിന്നൊക്കെ ഒന്ന് കുറച്ച് സോഫ്റ്റായ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഈ വിലയുടെ അത്രയും വൃത്തിയാണോ എന്ന് ചോദിച്ചാൽ അത് കുറച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ അതിൻ്റെ എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റ് ഒരു ജെനുവൻ ആയിട്ടുള്ളൊരു റിവ്യൂ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ലിപ് ബാമും കൂടി അപ്ലൈ ചെയ്ത് അങ്ങനെ കിടന്ന് ഉറങ്ങും. മുടി ഒന്ന് ജസ്റ്റ് ഞാൻ ലൂസ് ഹെയർ ഇട്ടിട്ട് കിടക്കുള്ളൂ. അപ്പം നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും മുടി ഡ്രൈ ആയിക്കോളും. എനിക്ക് പ്രശ്നമില്ല കേട്ടോ. കുറേ പേരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞ് നേരെ AC യിൽ കിടക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്നുള്ളത്. എനിക്കങ്ങനെ പ്രശ്നം ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുളിച്ച് ഇനിയിപ്പോൾ നേരെ കിടന്ന് ഉറങ്ങാൻ പോവാണ്. രാസ്നാദി തേക്കും. അതെനിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ് ആയിട്ടുള്ളൊരു സാധനമാണ്. പാച്ചുനും അത് ഞാൻ നിറച്ച് തേച്ചെടുക്കുക. അതിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ കുരിശൊക്കെ വെച്ച് ഞാൻ പാച്ചുവിനെ പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. അങ്ങനെ ഇതാ 11:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ റോബോ കുട്ടൻ പണി തുടങ്ങിയിട്ടോ. നമുക്ക് എല്ലാവരും എല്ലാം ഭക്ഷണമൊക്കെ കഴിഞ്ഞൊന്ന് അവരവരുടെ വഴിക്ക് പോവുക ഏകദേശം ഈ സമയം ആകുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്താണ് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൃത്യസമയത്ത് റോബോ ഇറങ്ങി ഇതേ ഫുൾ ക്ലീനിങ് തുടങ്ങി. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ഫർണിച്ചേഴ്സൊക്കെ അത്യാവശ്യം താഴെയുള്ള ഫർണിച്ചേഴ്സൊക്കെ മേലെടുത്ത് കമത്തി വയ്ക്കും. ചെയർ, വാക്കർ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മുകളിലേക്ക് വയ്ക്കും. അപ്പോൾ കറക്റ്റ് വൃത്തിയിൽ വൈപ്പ് ചെയ്ത് പോവും. ശരിക്കും തുടച്ച് നല്ല ക്ലീൻ ആയിട്ടിരിക്കും രാവിലെ നമ്മൾ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും സൗകര്യത്തിന് രാത്രിയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പാച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. റോബോ എന്നൊക്കെ വിളിച്ചിട്ട് നടക്കും. പക്ഷെ ആൾക്ക് അടുത്തേക്ക് വരാനൊക്കെ പേടിയാണ്. ഗുഡ് നൈറ്റ് പറ. അങ്ങനെ ഞങ്ങളത് കേട്ടൊന്നു. പാച്ചുവിന് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ എന്നെ റൂമിലേക്ക് വിളിച്ചു വരുത്തി ഉന്തി തള്ളി കിടത്തി. അല്ലേ പാച്ചു? ഒക്കെ വരുന്നുണ്ടോ? ബായ് പറഞ്ഞേ. ബായ് പറ. ഉമ്മ ബായ്. ഷിയോ I love you. Bye. അപ്പം ഇനി വേറെ ഒന്നുമില്ല. ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. നാളെ യാത്ര പോകാനുള്ളതാണ്. അതിൻ്റെ എല്ലാ സന്തോഷത്തിലുമാണ് കിടന്ന് ഉറങ്ങാൻ പോണത്. ഇതേവിടെ ഒരുത്തൻ ഓരോന്ന് വലിച്ചൊക്കെ ഇട്ട് തുടങ്ങി ബെഡ്മെന്ന് എണീറ്റിട്ട്. അപ്പം ഞാൻ വേഗം കട്ട് ചെയ്ത് പോയില്ലെങ്കിൽ ഇനി വീണ്ടും ഈ രാത്രി ഇരുന്ന് ഒതുക്കേണ്ട അവസ്ഥയാവും. കണ്ടാ, ഇതാണ് പരിപാടി. അപ്പോൾ ശരി, എന്നാൽ എല്ലാവർക്കും ബൈ. നാളത്തെ വീഡിയോ ആരും മിസ് ചെയ്യരുത് കേട്ടോ. ബൈ.